മനുഷ്യന്മാരിലേക്ക് ഇറക്കുക, പിന്നെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുകയോ? അദ്ദേഹം അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഉറക്കം വരുന്നത് പോലെ അപ്പൊ ഒരാളോട് വിളിക്കുന്നുണ്ട്, യാ ഷഖീഖ്, നിങ്ങൾക്കൊരാവശ്യമുണ്ടായപ്പോ ആദ്യം റബ്ബിനെ മറന്നിട്ട് അടിമകളെ ഓർക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഞെട്ടി. അദ്ദേഹം പിന്നെ താൻ ഉദ്ദേശിച്ച സുഹൃത്തിനോട് പറയുന്നത് വേണ്ട, തന്റെ സുഹൃത്തിനോട് പറയുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചു. പള്ളിയിൽ തന്നെ ഇരുന്നു ഇശാഇന്റെ സമയം വരെ. വീട്ടിൽ പോയാൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും, വീട്ടിൽ പോയാൽ ഭാര്യ പ്രശ്നമുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് വീട്ടിലേക്ക് പോവാതെ ഇശാ നിസ്കാരം വരെ പള്ളിയിലിരുന്നു. എന്നിട്ട് ആരെയാണോ ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ സമീപത്തേക്ക് പോവാതെ അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് എന്റെ സമീപത്തേക്ക് എന്റെ മകൾ കടന്നു വരുന്നത്. എന്റെ സുഹൃത്തിനെ തൽക്കാലം സുഹൃത്തിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് ഒഴിവാക്കി ഞാൻ എന്റെ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ആരെയാണോ ഞാൻ ഓർത്തത്, ആരാണോ എന്റെ ആവശ്യമുണ്ടായാലും സഹായിക്കാമെന്നുള്ള വാഗ്ദാനം എനിക്ക് നൽകിയത്, അയാൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് ആവശ്യമായ തുകകൾ നൽകി, വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി അയാൾ തിരിച്ചു പോയിട്ടുണ്ട് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം അതാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരാൾ ദുആ ചെയ്താൽ മൂന്നാലൊരു മറുപടി അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഓൺ ദി സ്പോട്ട് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകും. ഓൺ ദി സ്പോട്ട് ചോദിക്കുക, ഉത്തരം അല്ലാഹു നൽകും. അങ്ങനെ ലഭിച്ച ഇഷ്ടംപോലെ ആളുകളുണ്ട്. രണ്ട്, വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ദുആ ചെയ്യുകയാണ്, ഒരുപാട് ദുആ ചെയ്തു, എന്നിട്ടോ ഇവിടുന്ന് കിട്ടിയില്ല. ദുആ ചെയ്യാ, നിരന്തരമായി ദുആ ചെയ്ത് പകുതിയിൽ വെച്ചിട്ട് റബ്ബ് വെറുതെ പറയാണ്, ഇത്രയില്ല, ഒന്നുമില്ല, ഞാൻ ഇനി ദുആ ചെയ്യുന്നില്ല, പോയി, അതോടെല്ലാം നഷ്ടപ്പെട്ടു. അതൊന്നുമില്ല, റബ്ബിനോട് ദുആ ചെയ്യാൻ. മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കൊരു മകനെ തരണേ, എനിക്കൊരു മകനെ തരണേ റബ്ബേ. സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണിത്. എത്ര കാലം ദുആ ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന് താടി രോമങ്ങളൊക്കെ നിരച്ചു വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കൂലെന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ച ഒരു സാഹചര്യം വരെ ദുആ ചെയ്തു. പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു. ഇനി താടിയൊക്കെ നിറച്ചു, ഞാൻ വൃദ്ധനായി, എന്റെ ഭാര്യ ആണെങ്കിൽ ഒരിക്കലും പ്രസവിക്കൂല. അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് വരെ മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു അല്ലാഹുവിനോട്. എന്താണ്? അങ്ങനെ അള്ളാഹുവിന്റെ പ്രതീക്ഷ കൈവിടിയാതെ വീണ്ടും ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു സക്കരിയാ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. ആലോചിക്കണേ, മക്കൾ ഉണ്ടാകുന്ന കാര്യമാണ്. ചില ആളുകൾ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, 7 വർഷമായി, 10 വർഷമായി, 18 വർഷമായി മക്കളില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സക്കരിയാ നബി അലൈഹിസ്സലാമിന് റബ്ബ് മക്കളെ കൊടുത്തത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ നരച്ചതിന് ശേഷമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ നൽകിയത് 100ാമത്തെ വയസ്സിലാണ്. അതുവരെ ദുആ ചെയ്തു, നിരാശരായിട്ടില്ല. നമ്മൾ 2 വർഷം ദുആ ചെയ്യും, പിന്നെ അത് അല്ലാഹു തരുന്നൊന്നുമില്ല, ഇനി തരുന്നെങ്കിൽ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുക. അത് നമുക്ക് കിട്ടൂല. നമ്മൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹുവിന് ഏത് സമയമാണെങ്കിലും തരാനൊരു പ്രയാസമില്ല. അല്ലാഹു പറയുന്നുണ്ട്, കാഫഹാ യാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. അല്ലാഹുവേ എന്റെ താടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് റബ്ബേ, എന്റെ എല്ലെല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബേ. എന്നാലും ഞാൻ ദുആയിൽ നിന്ന് നിരാശനല്ല റബ്ബേ, എനിക്കൊരു മകനെ തരണേ അല്ലാഹ്.
വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുക വലിയ. അല്ലാഹുവേ, എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്, മച്ചിപ്പെണ്ണാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്. എന്നാലും എനിക്ക് നിരാശയില്ല. ഫഹബ് ലീ മിൻ ലദുക വലിയ. അല്ലാഹുവേ, അതുകൊണ്ട് എനിക്കൊരു മകനെ താ റബ്ബേ. എത്ര കാലം നരബാധിക്കുന്നത് വരെ ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്യോ? നമ്മൾ മാക്സിമം പോയ 40 വയസ്സ് ദുആ ചെയ്യും, പിന്നെ നമ്മൾ നേരെ ബാധിച്ചു, കൈയും കാലൊക്കെ ചുളിഞ്ഞു, വയസ്സായി, അപ്പോഴും ദുആ ചെയ്യ, അല്ലാഹു എനിക്ക് മക്കളെ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു വിളിക്കുന്നത്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. സക്കരിയ നബിയേ, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു മകനെ തരാം. ഇസ്മുഹു യഹ്യ, ആ മകന്റെ നാമമാണ് യഹ്യ എന്ന്. قال رب أنى يكون لي غلام وكانت امرأتي عاقرا. എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കൾ ഉണ്ടാവുന്നത്? എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണല്ലേ, എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കൾ ഉണ്ടാകുന്നത്? വഖദ് ബലഗതു മിനൽ കിബരി അതിയ, ഞാൻ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ വൃദ്ധനായി പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഭാര്യയാണെങ്കിൽ മച്ചിയാണ്. ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് മക്കൾ ഉണ്ടാവൂല, അല്ലെ? ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരെ മക്കളെ തരുന്നത് റബ്ബാണ്. ആ ഒരു പ്രതീക്ഷ ഉണ്ടാകും. ഡോക്ടർമാർ പറഞ്ഞു, നോക്കി ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരല്ലേ ഈ മക്കളെ തരുന്നത് റബ്ബാണ്. സക്കരിയ നബിക്ക് വാർദ്ധക്യത്തിന് മക്കൾ കൊടുത്ത അല്ലാഹ്, ഇബ്രാഹിം നബിക്ക് 100ാമത്തെ വയസ്സിൽ മക്കൾ കൊടുത്ത അല്ലാഹ്. ദുആന്റെ ഫലാണത്. നമ്മൾ ദുആ ചെയ്യും. മക്കളുടെ കാര്യം മാത്രമല്ല, എന്ത് വേണം, നിങ്ങൾക്ക് ഒരു ഇന്നോ വേണോ, ദുആ ചെയ്യും റബ്ബിനോട്, ആത്മാർത്ഥമായി ദുആ ചെയ്യും, അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. വകാനത് ഇംറഅതി ആഖിറൻ വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ. അപ്പോൾ പറയാണ്, സക്കരിയ നബിയെ, നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങള്. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. എനിക്കിത് വളരെ എളുപ്പമാണ്, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്സാരമാണ്, എളുപ്പമാണ്, നിങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ല. വയസ്സായി എന്ന് പറഞ്ഞിട്ടൊന്നും മക്കളില്ലാതിരിക്കൂല. ഭാര്യ മച്ചി, അതൊക്കെ ഡോക്ടർമാർ പറയല്ലേ. പടച്ച റബ്ബ് തീരുമാനിച്ച മക്കൾ തരാൻ പ്രയാസമുണ്ടോ? അതുകൊണ്ട് ദുആ ചെയ്യേ. മക്കൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഏത് വിഷയമാണെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനം ഇങ്ങനെ തന്നെ. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് വളരെ എളുപ്പമാണെന്നാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്. വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, നീ ഒന്നുമല്ലായിരുന്നല്ലോ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾക്കൊരു മക്കളെ തരാൻ എനിക്ക് പ്രയാസമാണോ? ഓ അലയ്യ ഹയ്യിൻ, എനിക്കത് വിഷയമല്ല, നീ ദുആ ചെയ്തതിന്റെ ഫലം അല്ലാഹു കൊടുക്കാൻ. മഹാന മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും ഇതുപോലെ പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ. ഉപ്പയില്ലാതെ മക്കളെ നൽകാണ് മറിയം ബീവിക്ക്, പിതാവില്ലാതെ ഭർത്താവില്ലാതെ മക്കളെ തരാണ്. ഭർത്താവില്ലാത്ത മക്കൾ ഉണ്ടാവേ? മറിയം ബീവി ചോദിച്ചു, ഭർത്താവില്ലാതെ എന്നോട് ശാരീരികമായ ഒരാൾ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് മക്കൾ ഉണ്ടാവേ? മറിയം ബീവി ചോദിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, എങ്ങനെയാണ് എനിക്ക് മക്കൾ ഉണ്ടാവുന്നത്? വലം യംസസ്നി ബശറു വലം അകു ബഗിയ, ഞാനൊരു വ്യഭിചാരിയല്ലല്ലോ, എന്നെ ഒരാളും സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് മക്കൾ ഉണ്ടാവുന്നത്? എനിക്ക് മക്കൾ ഉണ്ടാവേ? എങ്ങനെ ഉണ്ടാവുക? എന്നൊരാളും തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ അല്ലാഹു അതേ മറുപടി, ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹുവിന് ഇത് പ്രയാസമുള്ള വിഷയമല്ല. മക്കളെ തരാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് എളുപ്പമാണ്. പിന്നെന്തിനാ ടെൻഷനാണത്? പിന്നെന്തിനാ വിഷമിക്കണത്? മക്കൾ ഉദാഹരണം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ മുതൽ വേണോ, എന്താ വേണ്ടത്? വേണ്ട റബ്ബിനോട് ചോദിക്കും, റബ്ബ് തരും. ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹുക്ക് ഇത് എളുപ്പമാണ്.
അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഒന്നുകിൽ അവന്റെ പ്രാർത്ഥനയെ അല്ലാഹു ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. ഇനി മരണം വരെ ഉത്തരം കിട്ടിയില്ല എന്നാലോ വിഷമിക്കേണ്ട. ആ ദുആ നാളെ ആഖിറത്തിലെത്തുമ്പോൾ 10 മടങ്ങ് വലുപ്പമുള്ള വലിയൊരു ദറജയായി അല്ലാഹു സ്വർഗ്ഗത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ ഒരു നന്മ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിരാശയില്ലാതെ മരണം വരെ ദുആ ചെയ്തിട്ടുണ്ട്. പഠിച്ചവനാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സ്വർഗീയ സുഖങ്ങൾ അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലെ ദുനിയാവിലുള്ള സുഖാണോ വേണ്ടത്, സ്വർഗ്ഗാണോ വേണ്ടത്? എന്താ വേണ്ടത്? ദുനിയാവാണോ വേണ്ടത്, സ്വർഗ്ഗാണോ വേണ്ടത്? സ്വർഗം. ദുനിയാവൊന്നുമില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഈച്ചയുടെ കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും, അത്ര ഒരു പരിഗണന പോലും ദുനിയാവിന് റബ്ബ് നൽകിയിട്ടില്ല. സ്വർഗം അതാണെല്ലാം. അള്ളാഹു നമ്മളേക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ഹിസാബില്ലാതെ അദാബില്ലാത്ത സ്വർഗത്തേക്ക് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. രണ്ടാമത്, ദുആ ചെയ്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അള്ളാഹു നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ വർദ്ധിക്കാനാണ്, വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് നൽകാനാണ്. മൂന്നാമത്തേത്, ഏതൊരു അപകടത്തിൽ നിന്നാണോ നിങ്ങൾ കാവൽ ചോദിക്കുന്നത് അതുപോലെയുള്ള അപകടം നിങ്ങൾക്ക് വരാതിരിക്കാൻ, ഒരുപക്ഷെ വേറെയും അപകടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ദുആ ചെയ്തത് കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ അള്ളാഹു തടയും. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസിയായ 2 കുട്ടികൾ എടുത്തിട്ടാണ് മരിച്ചുപോയത്, കിണറ്റിൽ വീണിട്ട്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. കിണറ്റിൽ വീണു. ഉമ്മമാരകത്താണ്. ഞാൻ എൻ്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഒരു ദുആയാണ്. ആ ദുആ പഠിക്കുകയും എല്ലാ നിസ്കാരശേഷം ആ ദുആ ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഉമ്മമാര് വീട്ടിന്റെ അകത്തളങ്ങളിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെ ആ വീട്ടിലാരും ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെയോ മരിച്ച സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. 2 പിഞ്ചുമക്കൾ കിണറ്റിന്റെ സമീപത്ത് കളിച്ച് അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മെറ്റലിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന നെറ്റ് കണ്ടപ്പോൾ അതിലൊന്ന് ഊഞ്ഞാലാടാനാണോ എന്നറിയില്ല. അപ്രതീക്ഷിതമായി ഒരു കുടുംബത്തിന് അല്ലാഹു നൽകിയ ആഘാതമാണ്. ഇങ്ങനൊരു ആഘാതം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 2 വർഷക്കാലം മുലപ്പാല് നൽകിയ ഉമ്മ, മക്കളുടെ പ്രഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാടില്ലാതെ പ്രവാസ ലോകത്തേക്ക് ചെന്നവിടെ അധ്വാനിച്ച 2 പിതാക്കന്മാർ, എങ്ങനെയാണ് ഒരു കുടുംബത്തിന് സഹിക്കാൻ പറ്റുക? മക്കൾ നടന്ന് കാണാൻ, മക്കളൊന്ന് സഞ്ചരിക്കുന്നത് കാണാൻ, മക്കളൊന്ന് ഓടുന്നത് കാണാൻ, മക്കളൊന്ന് സംസാരിക്കുന്നത് കാണാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന 2 ഉമ്മമാർ അല്ലാഹു അവർക്ക് പകരം നൽകുമാറാവട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗീയ ലോകത്തൊരു ഭവനം നിർമ്മിക്കുമാറാവട്ടെ. അതിനാണ് ബൈത്തുൽ ഹംദി, സ്തുതിയുടെ വീട് എന്ന നാമമുള്ള ഒരു വീട് അല്ലാഹു ആ കുടുംബത്തിന് നൽകുമാറാവട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു അപകടം വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മക്കളില്ലാത്ത ഒരു ഭാര്യയുടെ, മക്കളില്ലാത്തൊരു പിതാവിന്റെ വിഷമം അനുഭവിക്കുന്ന ഒരാൾക്കറിയാം. ഉള്ള മക്കൾ മരിച്ചുപോയാലുള്ള അവസ്ഥ എന്താ? ഇങ്ങനൊരു അപകടം വരാതിരിക്കാൻ, ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. പഠിച്ചോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നി أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ.
അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയാണല്ലോ, മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് നീ കൊണ്ടുപോവല്ലേ അല്ലാ, നീ തന്ന ജോലി നീ കൊണ്ടുപോവല്ലേ അല്ലാ, നീ തന്ന ശബ്ദം നീ കൊണ്ടുപോവല്ലേ അല്ലാ, നീ തന്ന ആരോഗ്യം നീ കൊണ്ടുപോവല്ലേ അല്ലാ, നീ തന്ന ബിസിനസ് നീ കൊണ്ടുപോവല്ലേ അല്ലാ, നീ തന്ന കാഴ്ചശക്തി കൊണ്ടുപോവല്ലേ അല്ലാ, നീ തന്ന മക്കളെ കൊണ്ടുപോവല്ലേ അല്ലാ, ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. ദുആ ചെയ്യേ. അല്ലാഹുവേ, നീ തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. പകുതിയിൽ വെച്ച് ആക്സിഡന്റ് ആയി കിടക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. കാലിന് ബാധമുള്ളൊരവസ്ഥ തരല്ലേ അല്ലാ. വെള്ളപ്പാണ്ട് ബാധിക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. ഈയടുത്ത് കോഴിക്കോട് ഭാഗത്തൊരു വാലിന് പോയപ്പോഴാണ് അവിടെയുള്ള ഒരു സഹോദരൻ വേദനയോടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, എന്റെ മകൾക്ക് 18 വയസ്സായി, ദുആ ചെയ്യണം, കല്യാണ ആലോചനകളൊന്നും ശരിയാവുന്നില്ല. അതിന് കാരണം പറഞ്ഞത്, എന്റെ പൊന്നുമോൾ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ശരീരമാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്, മുഖത്തും കൈകളിലും വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഹോമിയോപ്പതികളായ ഡോക്ടർമാരെ കാണിച്ചു, തങ്ങന്മാരെ കാണിച്ചു, ശിഫയില്ല, സമനമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, അല്ലാഹുവേ, ആ സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനൊരു അസുഖം നമ്മൾക്ക് വന്നാൽ നമ്മുടെ കഥ എന്താണ്? പുറത്തിറങ്ങാൻ പറ്റുമോ? കല്യാണം കഴിയാൻ പോകുന്ന നമ്മുടെ പെൺമക്കൾക്ക് വന്നാൽ ആ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വരാതിരിക്കാൻ വേറെ ഒരു സഹോദരൻ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോ മുറിയിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ രംഗം ഞാൻ ഓർക്കുകയാണ്. ഉസ്താദേ, എന്റെ പെങ്ങള്, എന്റെ സഹോദരി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ സഹോദരിയുടെ തലമുടി ഓരോന്നോരോന്നായി കൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ശമനമില്ല. SSLC കഴിയുമ്പോഴേക്കും എന്റെ പെങ്ങളുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയി. ഉസ്താദേ, ഇങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഒരു പെണ്ണിന്റെ സൗന്ദര്യം മുടിയാണല്ലോ. അവർക്ക് മറച്ചു വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇത് കാണാതിരിക്കുന്നൊരു വിഷയമല്ലല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ദുആ ചെയ്യണേ. ഇന്ന് എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. അവളുടെ അനുജത്തിയുണ്ട്, ഡിഗ്രി പഠനം പൂർത്തിയാക്കി കല്യാണ ആലോചനകൾക്ക് കാത്തിരിക്കുന്നത്. പക്ഷേ ഈ 28-കാരിയായ എന്റെ മകൾ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ എങ്ങനെയാണ് ഈ 21-കാരിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കഥ എന്താണ്? അതുകൊണ്ട് ദുആ ചെയ്യേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. ഗൾഫിൽ പോയാൽ അറിയാം, അബൂദാബിയിലും ദുബായിലുമുള്ള 100 കണക്കിന് ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്, മാസങ്ങളായി ജോലിയില്ലാതെ മുറിയിൽ തന്നെ കിടക്കുന്നത്. ഇന്നലെ സൗദിയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ജോലിയുടെ കാര്യം വളരെ പ്രതിസന്ധി, ദുആ ചെയ്യണമെന്ന്. വളരെ നല്ല ജോലി ഉണ്ടായിരുന്ന, 1 ലക്ഷത്തോളം സാലറി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, വല്ലാത്ത കഷ്ടപ്പാടിലാണ്, ദുആ ചെയ്യണമെന്ന്. ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് ദുആ ചെയ്യണേ, അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് നീ തിരിച്ചു കൊണ്ടുപോകല്ലേ അല്ലാ. വതഹബ്ബുനി ആഫിയതിക, നീ തന്ന ആഫിയത്ത് നീ തിരിച്ചു കൊണ്ടുപോവല്ലേ അല്ലാ. എന്റെ മരണം വരെ ആഫിയത്ത് നൽകണേ അല്ലാ. വഫുജാഅതി നിഖമതിക, പെട്ടെന്നുള്ള അപകടങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങളാണ് ആ ഒരു സഹോദരിക്ക് വെള്ളപ്പാണ്ട് വന്നത്. പെട്ടെന്നുള്ള അപകടമാണ് ആ ഒരു സഹോദരിയുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയത്. പെട്ടെന്നുള്ള അപകടമാണ് ഇന്നലെ ആദൂരിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ ബുള്ളറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഒരു ബസ്സുമായി ആക്സിഡന്റ് പറ്റി മരിച്ചുപോയത്. പെട്ടെന്നുള്ള ആക്സിഡന്റ് ആണ്. എന്തെങ്കിലും നമ്മുടെ ഷോപ്പുകൾക്കെതിരെ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്കെതിരെ ഹുകൂമത്തിന്റെ ചില നിയമങ്ങൾ വരുന്നത്. മാനിൽ പോയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു സഹോദരനാണ്, എറണാകുളം ജില്ലയിലുള്ള. അയാൾ പറഞ്ഞു, നമ്മള് നല്ല ഉഷാറായി, എന്റെ ക്ലിനിക്ക് വളരെ ഉഷാറായി നല്ല ലാഭമുള്ള ഒരു സമയത്താണ് പിന്നെ ഹുകൂമത്തിന്റെ ആളുകൾ വന്നിട്ട് നിങ്ങൾ അത് മാറ്റണം, ഇത് മാറ്റണം, ബിൽഡിംഗ് ഇവിടെ മാറണമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പറഞ്ഞു, ഇത് സൗകര്യം പോരാൻ.
ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിനേക്കാൾ സൗകര്യം ആ ക്ലിനിക്കിലുണ്ട്. പക്ഷെ അള്ളാന്റെ ഒരു പരീക്ഷണമാണ്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബിൽഡിംഗ് വേറെ മാറണം, ബിൽഡിംഗ് മാറാനാണെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞു ഞാൻ അപ്പുറത്തുള്ള ഫ്ലാറ്റും കൂടി കൂട്ടിച്ചേർത്തിട്ട് ചെയ്തോട്ടെ. സമ്മതം കൊടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇന്റീരിയർ വർക്കേഴ്സിനെ വിളിച്ചപ്പോൾ അവർ വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ 100 കണക്കിന് കഥകളുണ്ട്. ബിസിനസ്സിൽ പെട്ടെന്ന് തകർച്ചയുണ്ടാവുക, ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു പോവുക, പെട്ടെന്ന് തളർന്നു പോവുക. എൻ്റെ ഒരു സുഹൃത്ത് ശിഹാബുദ്ദീൻ ഹുദവി, എന്നെക്കാൾ 2 വയസ്സ് പ്രായമുള്ള ഒരു ഹുദവി, ഒരു രോഗം ഉണ്ടായിട്ടില്ല, ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ്. രാവിലെ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാതിരുന്നു. ആളുകൾ പോയി മുട്ടിനോക്കി, ഡോർ തുറക്കുന്നില്ല. ജനൽപാളിയിലൂടെ എത്തി നോക്കിയപ്പോൾ കിടന്നുറങ്ങുന്നുണ്ട്. ഡോർ മുട്ടി കുത്തി പൊളിച്ചു, അകത്തേക്ക് കിടന്നു. വിളിച്ചു നോക്കി, ഉണരുന്നില്ല. കാലുകൾ തൊട്ടു നോക്കുമ്പോൾ ഐസ് പോലെ കാലുകൾ തണുത്തുപോയിട്ടുണ്ട്. 28-കാരൻ കിടന്ന കിടപ്പിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇത് പെട്ടെന്നുള്ള മരണല്ലേ, പെട്ടെന്നുള്ള അപകടമാണ്. സ്വാലിഹീങ്ങൾക്ക് ഇത് അനുഗ്രഹമാണ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇത് അനുഗ്രഹമാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള പാപികൾ പെട്ടെന്ന് മരിച്ചു പോയ നമ്മളെ കഥ എന്താ? ജീവിതത്തിൽ തെറ്റേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇന്ന് മരിച്ചുപോയി എന്താ നമ്മൾ ഖബറിക്ക് വേണ്ടി ഒരുക്കി വെച്ചത്? എന്താ? നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അനുഗ്രഹമായ മരണം ഒരാഴ്ച രോഗിയായിട്ട് കിടന്നിട്ട് മരിക്കലാണ്. കാരണം ആ ഒരു കാലയളവിൽ എന്റെ മരണം അടുത്തു, തൗബ ചെയ്യാനുള്ളൊരു സമയം നമ്മൾക്ക് ലഭിക്കും. ആളുകൾക്ക് കടം കൊടുക്കാനും ആളുകൾക്ക് വസിയത്ത് ചെയ്യാനും സർവശക്തനായ സർവലോക പരിപാലകനായ അള്ളാഹുവിലേക്ക് മടങ്ങാനും ദുആ ചെയ്യാനും തൗബ ചെയ്യാനും നമ്മൾക്ക് അവസരമുണ്ടാകും. അങ്ങനെ മരിക്കലല്ലേ ഖൈറ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം പ്രശ്നമല്ല, കാരണം അവർ സാലിഹായ അമലിലായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ ഓരോ നിസ്കാരശേഷം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹബ്ബുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുവേ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ തന്ന നിഅമത്ത് നിലനിർത്തണേ അല്ലാ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വലിയ വലിയ ഫർണിച്ചർ ഷോപ്പുകളൊക്കെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ കത്തിപ്പോയാൽ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമായാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റോ? അത് വരാതിരിക്കാൻ ഇങ്ങനെ ഒരു ദുആ ചെയ്യണേ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്താൽ മൂന്നാമതായി അപകടം നിങ്ങളെ വരാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, എന്നാൽ ഞങ്ങൾ ദുആ അധികരിപ്പിക്കാൻ പോവുകയാണ്. എന്ത് ആവശ്യമുണ്ടായാലും അള്ളാഹുവിനോട് ചോദിക്കാൻ പോവുകയാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അല്ലാഹു അക്ബർ. നിങ്ങൾ എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് കുറയുകയേ ഇല്ല. അതാണ് അള്ളാഹു. നാട്ടാരോടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ പിരിവിന് നമ്മളെ അഷ്റഫ് കാർഡ് ഉണ്ട്. അഷ്റഫ് ഒരുപാട് ഇതിനു വേണ്ടി ചെലവഴിച്ചു. അഷ്റഫ് കാർഡ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളൊരു 1 ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ടോ? അഷ്റഫ് നിങ്ങൾ കുറെ കൊടുത്തല്ലേ അങ്ങനെ പറയും. മൂപ്പർക്ക് തരുമായിരിക്കും, ഉദാഹരണം പറഞ്ഞു, നമ്മൾ കൊടുത്തല്ലേ. പക്ഷെ റബ്ബ് അങ്ങനെയല്ല. ഇന്ന് ചോദിച്ചു, നാളെ ചോദിച്ചു, മറ്റന്നാൾ ചോദിച്ചു, പിന്നെ ഇന്ന് തന്നെ വീണ്ടും ചോദിച്ചു, റബ്ബ് തരും. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ചോദിക്കാൻ നാണം വേണ്ട, ചോദിക്കാൻ ഷെയ്മ് വേണ്ട. എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഹലാലായതൊക്കെ ചോദിച്ചു വാങ്ങിക്കോളി, റബ്ബ് തരും. വിശ്വാസം മനസ്സിലുണ്ടായാൽ മതി. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, മനുഷ്യന്മാരെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക, നീ എനിക്ക് ദുആ ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പുറത്തു തരാം. എനിക്ക് ദുആ ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പുറത്തു തരാം.
ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. നിന്റെ സമീപത്ത് നിന്ന് എത്ര വലിയ പാപമുണ്ടായാലും, എത്ര വലിയ തെറ്റുണ്ടായാലും, എത്ര വലിയ ഗൗരവമുള്ള മഹാപാപമായാലും ഞാനത് പരിഗണിക്കുകയേ ഇല്ല, ഞാനത് ഗൗനിക്കുകയേ ഇല്ല. നീ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിനക്ക് പുറത്ത് തരിക തന്നെ ചെയ്യും. കള്ളുകുടിയനാ, കള്ളു കുടിച്ചു പെട്ടെന്നൊരു വേല കേട്ടപ്പോ പഠിച്ചോണ്ട് ഞാൻ നന്നാവുകയാണ് തീരുമാനിച്ചു. അങ്ങനെ രാത്രി റബ്ബിലേക്ക് മടങ്ങി ദുആ ചെയ്തു, നന്നായി. പിന്നെ ചങ്ങാതിമാരെ കൂടെ കൂട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുടിക്കാൻ തുടങ്ങി. പിന്നെയും ബോധമുണ്ടായി, പിന്നെയും ദുആ ചെയ്തു, പിന്നെയും മടങ്ങി. അങ്ങനെ നിങ്ങൾ 100 വട്ടം മടങ്ങിയാലും നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വീണ്ടും തയ്യാറായി. റബ്ബ് പുറത്തുവരും. ഇത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് തരല്ലേ, തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് തരില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പെട്ടുപോയാൽ നിങ്ങൾ ഇനി എനിക്ക് അള്ളാഹു പുറത്തില്ല എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാതിരിക്കരുത്. അതിനു വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പെട്ടുപോകും, മനുഷ്യനാണ് അല്ലെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ഒരാളും ഭൂമി ലോകത്ത് ജനിച്ചു വീണിട്ടില്ല. ഉണ്ടോ? മഅസൂം നബിതങ്ങളാണ്. അവസാനത്തെ മഅസൂം നബിതങ്ങളാണ്. പ്രവാചകന്മാരാണ് മഅസൂമീങ്ങൾ. തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നവരവരാണ്. അവസാനത്തെ ആൾ നബിതങ്ങളാണ്. നബിതങ്ങളെ ശേഷം അങ്ങനെ ഒരാൾ ജനിച്ചു വീണിട്ടില്ല. എല്ലാവരും തെറ്റുകാരാണ്. നിങ്ങൾ തെറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ നിരാശരായി റബ്ബെനിക്ക് പുറത്തു തരൂല എന്ന് വിചാരിച്ച് ദുആ ചെയ്യാൻ മറക്കരുത്. ദുആ ചെയ്യും, ഞാൻ പുറത്തു തരാം. അല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ. നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം വളർന്നു വന്നാൽ, നമ്മുടെ പാപങ്ങൾ ആകാശത്തോളം വളർന്നു വന്നാൽ, സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. ആകാശം കണക്കെ, നീ മാനം കണക്കെ പാപങ്ങൾ ചെയ്തിട്ട് പാപത്തിന്റെ ഭാരവുമായിട്ട് എന്റെ സമീപത്തേക്ക് ദുആ ചെയ്തുകൊണ്ട് മടങ്ങി വന്നാൽ ഞാൻ നിനക്ക് പുറത്തു തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അല്ലാഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹദീസ്, ഖുദ്സിയായ ഹദീസ് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പറഞ്ഞു, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായാ. നീ ഭൂമി മുഴുവനും പാപവുമായിട്ട് എന്റെ സമീപത്തേക്ക് കടന്നു വന്നു, നീ ശിർക്ക് ചെയ്തില്ല, പാപമോചനം ചെയ്യും. ശിർക്ക് പങ്കുകാരെ ചേർത്തില്ല. അല്ലാഹു പുറത്തു തരാത്ത തെറ്റുണ്ടോ? ഉണ്ടോ? അല്ലാഹു പുറത്തു തരാത്ത പാപമുണ്ടോ? ഉണ്ടോ? ശിർക്കോ? ശിർക്കിന് പുറത്തു തരും. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ശിർക്ക് ചെയ്താല് തൗബ ചെയ്ത് മടങ്ങിയ കുറച്ചും പുറത്തു തരും. ശിർക്ക് പുറത്തു തരൂല എന്നെങ്ങനെയാ പറയണത്? ഒരാൾ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അയാളുടെ കാര്യം കഷ്ടാണ്. ശിർക്ക് ചെയ്തു, റബ്ബിനോട് വേറൊരാളെ പങ്കു ചേർത്തു, തൗബ ചെയ്യാതെ അയാൾ മരിച്ചു പോയാൽ അയാളുടെ കാര്യം കഷ്ടാണ്. പക്ഷെ ശിർക്ക് ചെയ്ത ഒരാൾ പിന്നെ അയാൾക്ക് ഖേദുണ്ടായി, റബ്ബിലേക്ക് മടങ്ങി, അല്ലാഹു പുറത്തു തരും. പക്ഷേ ശിർക്ക് ചെയ്യാത്ത ഒരാൾ, അല്ലാഹു ഏകനായ റബ്ബ് എന്ന് വിശ്വസിച്ചവരാൾ, ജീവിതത്തിലുടനീളം തെറ്റ് ചെയ്ത് ജീവിച്ചു, മരിക്കുമ്പോ തൗബ പോലും ചെയ്യാതെയാണ് അയാൾ മരിച്ചത് എന്ന് വെച്ച് അയാൾ നരകത്തിലാണെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അല്ലാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തിട്ടുണ്ടാവാം. അത് അള്ളാന്റെ ഇഷ്ടമാണ്, അള്ളാന്റെ ചോയ്സാണ്. അത് ഇടപെടാൻ നമ്മൾക്ക് പറ്റൂല. മനസ്സിലായോ? ശിർക്ക് ചെയ്യാത്ത ഒരാൾ ജീവിതത്തിൽ എത്ര പേര് തെറ്റ് ചെയ്തു, നമ്മൾ നരകത്തിൽ നിന്ന് പറയരുത്. കാരണം റബ്ബ് അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ നോ എക്സ്ക്യൂസ്, ഇളവില്ല. ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ശിർക്ക് ചെയ്യാതെ എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അർറജുലു യുതീലുസ് സഫറ. ദീർഘമായ യാത്ര പോകുന്ന ഒരാൾ, മുസാഫിറിന്റെ ദുആഇന് ഉത്തരമുണ്ടല്ലോ. മുസാഫിറിന്റെ ദുആഇന് ഉത്തരമില്ലേ? നമ്മുടെ നൗഷാദ് ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ യാത്ര തിരിച്ചു പോവാൻ, ആ പോകുന്ന സമയത്ത് പടച്ചോനെ എന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹു പുറത്തു കൊടുക്കും. മുസാഫിറിന്റെ ദുആഇന് ഉത്തരമുണ്ട്. മുനീഖ വന്നു ദുബൈയിൽ നിന്ന്. വേറെ കുറെ ആൾ, ഞാൻ 2 ആളെ കണ്ടിട്ടുള്ളൂ. വേറെ കുറെ ആൾ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലിയൊക്കെ മാറ്റിയിട്ടാണ് ഇതിനു വേണ്ടി അവർ ശബ്ദിക്കുന്നതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാത്രക്കാരന്റെ ദുആഇന് ഉത്തരമുണ്ട്. പക്ഷെ ചില യാത്രക്കാർ അർറജുലു യുതീലു സഫറ, ദീർഘമായ ഒരു യാത്ര ചെയ്യുന്നു.
ദീർഘമായ യാത്ര ചെയ്യുന്നു. അശഅസ അഗ്ബറ, മുടി ജടത്തിയിട്ടുണ്ട്. ശരീരമാകെ എന്തൊക്കെയോ ശരീരമാകെ വൃത്തികേടായി. അശഅസ അഗ്ബറ, ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്, മുടി ജടകുത്തിയിട്ടുണ്ട്. എന്നിട്ടതാ അദ്ദേഹം യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശലോകങ്ങളിലേക്ക് കൈ ഉയർത്തുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ അല്ലാഹുവേ, എനിക്ക് ഇന്നാലിന്ന കാര്യം ചെയ്തു താ അല്ലാ, എന്റെ പാപം പൊറുത്തു താ അല്ലാ എന്നൊരാൾ ദുആ ചെയ്യുന്നു. പക്ഷേ അയാൾ അല്ലാഹു ഉത്തരം നൽകൂല. ശ്രദ്ധിക്കണേ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ചില ആളുകളെ ദുആ സ്വീകരിക്കേണ്ട എല്ലാ അടയാളം അയാളുടെ കയ്യിലുണ്ട്. ജടകുത്തിയ മുടിയാണ്, അയാൾ യാത്രക്കാരനാണ്, ശരീരമൊക്കെ മുടി പുരണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ കുറെ ത്യാഗം ചെയ്തിട്ടുള്ള ഒരാൾ. അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകണം. പക്ഷെ അയാൾക്ക് അല്ലാഹു ഉത്തരം നൽകൂല. കാരണം എന്തേ? മതഅമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമല്ലേ, അവൻ കഴിക്കുന്നത് ഹറാമാണ്. കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ എത്ര ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ മാ മിൻ ബിആഇൻ നബ്ഗളു ഇലല്ലാഹി മിൻ ബത്നിൻ മുലിഅ മിൻ ഹലാലിൻ. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം എന്നറിയോ? ദേഷ്യമുള്ള പാത്രം ഹലാലായത് കൊണ്ട് നിറച്ച വയറ്. ഹലാലായ ഭക്ഷണമാണ്. അതിന് സംഘാടകർ ഭക്ഷണം ഒരുക്കി നിറയെ കഴിക്കണ്ട, അല്ലാഹുവിന് ഇഷ്ടമല്ല. വീട്ടിൽ പോയിട്ട് നന്നായി വയറ് നിറച്ച് കഴിക്കരുത്. ഹലാൽ കൊണ്ട് നിങ്ങൾ വയറ് നിറക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടമല്ല. പിന്നെ ഹറാമിന്റെ കാര്യം പറയണോ? ഹറാമായിട്ടുള്ള ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ ദുആഇന് ഇജാബത്തില്ല. കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച, ഹറാമിൽ നിന്ന് വളർന്ന ശരീരം നരകത്തിലേക്കുള്ള ശരീരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയകാല ഉമ്മമാർ, പഴയകാല ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു, ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ എത്ര വേണമെങ്കിലും പട്ടിണി കിടന്നോളാം. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീയിനെ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യങ്ങളുമായിട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ നൽകാൻ പാടില്ല. സമ്പാദിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭർത്താക്കന്മാരോട് വീട്ടിലുള്ള ഭാര്യമാര് നൽകിയിരുന്ന ഉപദേശമാണ്, ഇന്നാ നസ്ബിറു അലൽ ജൂ, നമ്മൾ സഹിച്ചോളാം. 2 ദിവസോ 3 ദിവസോ. റഅയ്നൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ വമാ ഉഖിദ ഫീ ബൈതി റസൂലില്ലാഹ്. 3 മാസമായി 2 മാസമായി നബി തങ്ങളുടെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല. 2 മാസം പട്ടിണിയാണ്. ഞങ്ങൾ പട്ടിണി എത്രയും സഹിച്ചോളാം. പക്ഷേ വലാ നസ്ബിറു അലന്നാർ, തീന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് ഹറാം കൊണ്ടുവരല്ലേ എന്ന് പഴയകാല ഭാര്യമാര് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഭാര്യമാരുടെ കഥ പഠിച്ചോനറിയാം. അപ്പുറത്തെ വീട് കാണുമ്പോൾ അതിനേക്കാളും വലിയ വീട് നമുക്ക് വേണം. അപ്പുറത്തെ സാരി കാണുമ്പോൾ അതിനേക്കാളും മുന്തിയ സാരി വേണം, അതിനേക്കാളും മുന്തിയ വണ്ടി വേണം. പുതിയാപ്പിളക്കാണെങ്കിൽ അതിന് കഴിവില്ല. എന്നാ പിന്നെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് നല്ല അപ്പുറത്തുനിന്ന് മോഷ്ടിക്കുക. അറബിയുടെ ട്രൗസറുടെ കൂരിയിട്ട് ഇങ്ങോട്ട് വരിക. ഇത്ര ആളുണ്ട് നിങ്ങൾക്ക്? ഇത്ര ആളുണ്ടെന്ന് അറിയാം. ഇഷ്ടം പോലെ ആളെ എനിക്കറിയാം. ഇഷ്ടം പോലെ ആൾ നാട്ടിൽ വലിയ പ്രമാണമായിട്ട് നടക്കുന്നിട്ട് കോടികൾ മുക്കിയിട്ട് ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്ന്, മറ്റുള്ള നാട്ടിൽ നിന്നൊക്കെ കോടികൾ മുക്കിയിട്ട് വരും. എന്നിട്ട് ഇവിടെ പള്ളിയുടെ പ്രസിഡന്റ്, പള്ളിയുടെ സെക്രട്ടറി ആയിട്ട് ഞെളിഞ്ഞ് നടക്കും. ഹറാമാണ് അവരുടെ ഭക്ഷണം. മക്കൾക്കും അയാൾ നടത്തുന്ന ബിസിനസ്സും വണ്ടിയും ഒക്കെ ഹറാം. എങ്ങനെയാണ് അല്ലാഹു ഉത്തരം നൽകുക? ഹറാമിന്റെ അംശം ശരീരത്തിലേക്ക് പോവാതെ സൂക്ഷിക്കണം. എല്ലാ സമ്പാദിക്കുന്ന ആളുകളും അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ആമീന്റെ സ്ട്രോങ് ഒക്കെ കുറഞ്ഞത് നിർത്താനുള്ള സൂചനയാണ്. വമശ്റബുഹു ഹറാം, നിങ്ങൾ കുടിക്കുന്നതും ഹറാം. വമൽബസുഹു ഹറാം, നമ്മുടെ വസ്ത്രവും ഹറാം. വഹുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബ്, നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കുക? അതുകൊണ്ട് ഹറാം കഴിക്കുന്ന, ഹറാമുമായി ഇടപെടുന്ന ആളുകൾക്ക് അല്ലാഹു ഉത്തരം നൽകിയില്ല. അതിൽ നിന്ന് പൂർണ്ണമായി മാറി റബ്ബിനോട് തൗബ ചെയ്യുക. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞെന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. 3 ആളുകൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ലെന്നാണ്. ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരാൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഹബീബിനോടുള്ള പ്രണയം എത്രത്തോളം വേണമെന്ന് സൂചിപ്പിക്കുന്ന ചരിത്രമാണ്.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ ആ ശ്ലോകനീയമായ ദിവസം, നമ്മുടെ മുസ്തഫ ഉദവി ആ കൂടിന്റെ വിഷയമാണ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശ്ലോകനീയ നിമിഷങ്ങൾ എന്നൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ സജീവമായിട്ട് ഇവിടെ വേണം. അതുകൊണ്ട് ഇന്നൊന്നും പിരിവിന്റെ കാര്യം പറയാത്തത്. പറയണോ അങ്ങനെ വരണം എല്ലാവരും. നമ്മളൊക്കെ മുമ്പിലുണ്ടെങ്കിൽ ഒന്ന് പഠിക്കണം. നമ്മളൊക്കെ ഉണ്ട് സജീവമായിട്ട്. ഇങ്ങനെ വരണം എല്ലാവരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വാർത്തയുമായി മഹാനായ സയ്യിദ് ഇബ്നു അബ്ദി റബ്ബ എന്ന് പറയുന്ന സ്വഹാബി തന്റെ തോട്ടത്തിൽ പിക്കാക്സും കൈക്കോട്ടുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നുമോൻ സമീപത്ത് കടന്നു വന്നിട്ട് പറയുന്നത്, യാ അബീ, ഉപ്പാ, തുവഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന പിക്കാക്സും കൈക്കോട്ടും നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൈകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. اللهم خذ بصري اللهم أعم بصري حتى لا أرى بعد محمد أحدا. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിനെ കാണാൻ